മോഷ്ടാവ് അതിർത്തി വിട്ടു പോകാനുള്ള സാധ്യത മനസ്സിലാക്കി പോലീസ് അതിർത്തി മേഖലകളിലും വലിയ പരിശോധനയാണ്. പ്രത്യേകിച്ചും വാളയാർ വളരെ സൂക്ഷ്മമായ തരത്തിലുള്ള പരിശോധനയും ഒക്കെ നടക്കുകയാണ്. ഗൂഗിൾ അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കും. പാലക്കാട് വാളയാർ ഭാഗത്തും വലിയ പരിശോധനയാണ് നടക്കുന്നത്. കാരണം ചാലക്കുടി ബാങ്ക് കൊള്ള കവർച്ച കേസിലെ പ്രതി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാളയാറിലൂടെ കടന്നു പോകുമോ, അതിർത്തി കടക്കാൻ ശ്രമിക്കുമോ തുടങ്ങിയ പല സംശയങ്ങളുണ്ട്. ഈ വഴി വന്നതായിട്ടുള്ള സൂചനകൾ പലതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നത്. പ്രധാനമായും ബൈക്കിൽ വരുന്ന, ഹെൽമറ്റ് ധരിച്ചിട്ടുള്ള ആളുകളെ, ഇത്തരത്തിൽ ബാഗുകളുമായി വരുന്ന അങ്ങനെയുള്ള ആളുകളെയാണ് തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. വാളയാർ ടോളിന് സമീപമാണ് ഇത്തരത്തിൽ വ്യാപക പരിശോധന നടക്കുന്നത്. സംശയമുള്ള വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും ഇത്തരത്തിൽ നിർത്തി പരിശോധിക്കുകയാണ്. കാരണം ഈ ഘട്ടത്തിൽ എങ്ങോട്ട് പോയി, പ്രതി എങ്ങോട്ട് പോയി എന്നുള്ള സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളോ സൂചനകളോ ഇല്ല. അതിർത്തി കടന്നാൽ അത് കൂടുതൽ പോലീസിന്റെ ദൗത്യത്തെ, പ്രതിയെ പിടികൂടാനുള്ള ദൗത്യത്തെ ദുഷ്കരമാക്കുകയും ചെയ്യും. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതിർത്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. സാർ, പ്രധാനമായിട്ടും ഈ ഇരുചക്ര വാഹനങ്ങളാണ് പരിശോധിക്കുന്നത്. ഇരുചക്ര വാഹനത്തിലാണ് അവിടെ നിന്ന് പോയതെന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടൂ വീലേഴ്സ് നോക്കുന്നത്. സമയം കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഇവിടേക്ക് എത്താനുള്ള ഒരു സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ മേഖല നോക്കുന്നു. അതെ. നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ആ സമയം തന്നെ ഇവിടെ വാളയാർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിവരം കിട്ടിയ ഉടനെ ഒരു അരമണിക്കൂറിനകത്ത് നമ്മൾ തുടങ്ങി. ആൾക്ക് ഇത് കടന്നു പോകാനുള്ള ഒരു സമയം ഇരുചക്ര വാഹനത്തിന് സാധ്യതയില്ല. എല്ലാ വാഹനങ്ങളും നോക്കുന്നുണ്ട്. അതായത് ഏതായാലും ഈ പ്രതിക്ക് ഏതെങ്കിലും ഇരുചക്ര വാഹനത്തിലൂടെ ഇങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ആ സമയം മുതൽ തന്നെ പോലീസിന്റെ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ഏകദേശം ഒരു റണ്ണിംഗ് ടൈം കണക്കാക്കിയാൽ ഏകദേശം 2 മണിക്കൂറിലധികം വരും. അതിന് മുൻപേ തന്നെ ഈ പ്രദേശത്ത് പരിശോധനയും നടന്നു. ഇവിടെ കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിർത്തി മേഖലയാണ്. ഇത് കടന്നാൽ, വാളയാർ കടന്നാൽ തമിഴ്നാട്ടിലേക്ക് കയറാം. അത് സംസ്ഥാനം മാറുമ്പോൾ സ്വാഭാവികമായും പല ബുദ്ധിമുട്ടുകളും പിന്നീട് പോലീസിനുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, പൊള്ളാച്ചിക്ക് കടക്കാനുള്ള അതിർത്തികൾ, അങ്ങനെയുള്ള വ്യാപകമായി അതിർത്തിയിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.